ബാർക്കോഴയിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയെടുപ്പ് തുടരുന്നു. അനിമോന് പുറമെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തും. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലാണ് നടപടികൾ തുടങ്ങുന്നത്. വിവരങ്ങളുമായി അഭിജിത്ത് ജയൻ ചേരുകയാണ്. അഭിജിത്ത്, ഈ ഒരു ശബ്ദരേഖയുടെ പിന്നാലെ അന്വേഷണ സംഘം പോകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ സൂചനകളോ തെളിവുകളോ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? അഖിൽ, ഈ നിമിഷം പുറത്തുവരുന്ന വാർത്ത അനുസരിച്ച് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തെളിവില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തി എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം, ഈ മണിക്കൂറിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന വാർത്ത. ഇത്തരത്തിൽ ഈ അനിമോൻ ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് അനിമോനെതിരെ ഉൾപ്പെടെ ഈ നിലവിൽ തെളിവുകളൊന്നുമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം ഇടുക്കിയിലെത്തി ഈ അനിമോനെയും ഒപ്പം തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റംഗങ്ങളെയും ഉൾപ്പെടെ വിശദമായി അവരുടെ മൊഴികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വാദം എക്സൈസ് മന്ത്രി എം പി രാജേഷും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉന്നയിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ പ്രധാനമായും തന്നെ ഇടുക്കിയിൽ നിന്നുള്ള അനിമോന് പുറമെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ എന്നിവരുടെ മൊഴിയാണ് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയെന്ന് പറഞ്ഞിരുന്ന അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ബാർ ഉടമയെയും വിശദമായി ചോദ്യം ചെയ്യുകയും മാത്രമല്ല ഇവരിൽ നിന്ന് ഉൾപ്പെടെ വിശദമായ മൊഴികൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അന്വേഷണ സംഘം നൽകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കേസെടുക്കാനാകില്ല എന്നുള്ളൊരു നിഗമനത്തിലെത്തിയെങ്കിൽ പോലും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്വേഷണം തുടരുമെന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ കോഴ നൽകാനല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അനിമോൻ ഈ ശബ്ദ സന്ദേശത്തെ ഈ സംഭവം നടന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ ശബ്ദ സന്ദേശം അത്തരത്തിൽ ഗ്രൂപ്പിലിട്ടതെന്നും സർക്കാരിൻ്റെ മദ്യനയത്തെ പോലും അവഹേളിക്കാനും അപമാനിക്കാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുവാനും എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ബാർ ഉടമ തയ്യാറായി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഏതായാലും പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം വന്നത് അത് ഈ അനിമോൻ്റെ തന്നെയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം ക്രൈംബ്രാഞ്ച് സംഘം നടത്തുകയും ചെയ്തിരുന്നു. അനിമോൻ്റെ ശബ്ദ സന്ദേശമാണ് ആ ഗ്രൂപ്പിൽ വന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിനെത്തിയതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദ അന്വേഷണം നടക്കുകയും ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റുള്ള അംഗങ്ങളുടെ മൊഴിയെടുപ്പ് ഉൾപ്പെടെ നടക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തി അവിടെ നിന്ന് മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. നിലവിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാനാകില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഏതായാലും എത്തിച്ചേരുന്ന ഒരു ഘട്ടമാണ് പ്രധാനമായും തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ശബ്ദ സന്ദേശം അത് ബാർക്കോഴ നൽകാനല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മലക്കം മറിഞ്ഞുകൊണ്ട് അനിമോൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അനുമാൻ നമുക്കറിയാം, ഈ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമാണ്. ഇത്തരത്തിൽ ബാർ ഉടമകൾ പ്രത്യേകിച്ച് ഹോട്ടൽ അസോസിയേഷനിലെ ഭാരവാഹികൾ ഉൾപ്പെടെ 2.5 ലക്ഷത്തിലധികം രൂപ സർക്കാരിൻ്റെ മദ്യനയം മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മദ്യനയത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുകയും പിന്നീട് അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് അവർക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ബിൽഡിങ്ങിന് ഭാഗമായിട്ടുള്ള ഫണ്ട് പിരിവാണ് നടത്തിയത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മലക്കം മറിഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. ഇത് കേന്ദ്രീകരിച്ച് അതിന് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയും ചെയ്തത്. ആദ്യഘട്ടം മുതൽ തന്നെ ഗൂഢാലോചന വാദം ഉയർത്തിക്കൊണ്ടാണ് CPM-ഉം സർക്കാരും രംഗത്ത് വരികയും ചെയ്തത്. പിന്നാലെ തന്നെ നിയമ നടപടി സ്വീകരിക്കാൻ MP രാജേഷിനോട് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് എക്സൈസ് മന്ത്രി DGPക്ക് പരാതി നൽകുകയും പിന്നീട് DGP പരാതി ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷൻ നൽകുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഫോം ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ കേസന്വേഷണം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റിൻ്റെ SP ആയിട്ടുള്ള മധുസൂദൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നടത്തുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സംഘമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോയി ഇത്തരത്തിൽ ബാർ ഉടമകളുടെയും ഒപ്പം തന്നെ അനിമോൻ്റെയും ആ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന അംഗങ്ങളുടെയും ഉൾപ്പെടെയുള്ളവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ബാർക്കോഴ ഉണ്ടായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘം പങ്കുവയ്ക്കുകയും ചെയ്തു.
ചെയ്യുന്നുണ്ട്. നിലവിലേതായാലും ഗൂഢാലോചനാവാദവും ഉയർത്തിക്കൊണ്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണത്തിൽ അന്വേഷണം തുടരുമെന്നുള്ള വിവരം തന്നെയാണ് ഈ ഘട്ടത്തിലും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ബാർക്കോഴ ആയുധമാക്കിയിരുന്നു. അവർ പ്രധാനമായും പറഞ്ഞത് ടൂറിസം വകുപ്പിനേക്കാൾ ഈ എക്സൈസ് വകുപ്പിനേക്കാൾ കൂടുതൽ താല്പര്യം ഇതിനകത്ത് ടൂറിസം വകുപ്പിനാണ്, ടൂറിസം മന്ത്രിക്കാണ്. ബാർക്കോഴ ഇത്തരത്തിൽ നൽകി എന്ന് പറയുമ്പോൾ അത് ആർക്കൊക്കെയാണ് നൽകിയത്? 2.5 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ പിരിവ് നൽകാൻ ബാറുടമകളോട് ആവശ്യപ്പെട്ടത്. ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നത് അത് വിവാദമായതിന് പിന്നാലെ ഈ നേതാക്കൾ നടത്തിയ അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി ഉൾപ്പെടെ നടത്തിയ പരാമർശങ്ങൾ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വാദം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈ ഒരു തീരുമാനത്തിലെത്തി നിൽക്കുമ്പോൾ ആ ഒരു വാദത്തിന് അത് തിരിച്ചടി തന്നെയല്ലേ? മറ്റൊരു കാര്യം, പ്രതിപക്ഷം അതിനെ വീണ്ടും ആയുധമാക്കാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? ഈ അനുമോനെ ചോദ്യം ചെയ്യലിൽ നിന്നും ഈ ഒരു 2 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കുന്നത് 2.5 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കുന്നത് കെട്ടിട ഫണ്ടിനാണ് എന്നുള്ളൊരു വാദം അതും നേരത്തെ തന്നെ പൊളിഞ്ഞിരുന്നല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മദ്യനയത്തിൽ പ്രാരംഭ ഘട്ടത്തിലുള്ള ചർച്ച പോലും നടന്നില്ല, അല്ലെങ്കിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടന്നില്ല എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ തന്നെ എക്സൈസ് മന്ത്രി MP രാജേഷ് ഉന്നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി വന്നിരുന്നത്. പിന്നാലെ തന്നെ എക്സൈസ് മന്ത്രിയുടെ വാദം പൊളിക്കുന്ന വിധത്തിലുള്ള ടൂറിസം ഡയറക്ടർ സൂം മീറ്റിംഗ് വിളിച്ചതിൻ്റെ പാസ്വേഡും യൂസർ നെയിമും അതിൻ്റെ മീറ്റിംഗ് ലിങ്ക് ഉൾപ്പെടെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടെ പുറത്തു വരികയും ഈ വാദത്തെ അപ്പാടെ തന്നെ പൊളിക്കുന്ന വിധത്തിലുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിൽ ഉള്ള ഒരു സാഹചര്യം കൂടി പങ്കുവയ്ക്കാനും കഴിയുന്നത്. നേരത്തെ തന്നെ ഇതിൽ ശബ്ദ സന്ദേശത്തിൽ അനുമോൻ ആവശ്യപ്പെട്ടിരുന്നത് 2.5 ലക്ഷത്തിലധികം രൂപ വരെ സർക്കാരിൻ്റെ നിലവിലുള്ള മദ്യനയം മാറ്റാനായി ബാറുടമകൾ പിരിവായി നൽകണമെന്നുള്ള കാര്യമായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിനകത്ത് ബാർക്കോഴ ഉണ്ടായി എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ MP രാജേഷും ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സർക്കാരിനെ അവമതിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ സർക്കാരിൻ്റെ മദ്യനയത്തെ തകർക്കാൻ ഒരു കൃത്യമായിട്ടുള്ള അജണ്ട ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനം നടത്തുകയും പിന്നാലെയാണ് ഈ അന്വേഷണ സംഘത്തിനൊക്കെ തന്നെ രൂപം നൽകുകയും സർക്കാരിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു വേളയും നിലവിൽ ഉള്ള സാഹചര്യവും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഇതിൽ ഒക്കെ തന്നെയും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാർ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ അനിമോൻ ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മലക്കം പറയുകയും തിരുവനന്തപുരത്ത് അവർക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നതിലേക്ക് വേണ്ടി ബിൽഡിംഗ് ഫണ്ട് നൽകാനാണ് വാട്സപ്പ് അംഗങ്ങളോട് ഇത്തരത്തിൽ ഗ്രൂപ്പിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ആ തുക ഇടാനും ഒക്കെ തന്നെയും പറഞ്ഞിരുന്നത് എന്നുള്ളതായിരുന്നു അനിമോൻ്റെ ഭാഷ്യമായി അദ്ദേഹവും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മൊഴിയെടുപ്പ് അത് വിശദമായി നടക്കുകയും പിന്നാലെയാണ് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷം നേരത്തെ തന്നെ വലിയ തോതിൽ സർക്കാരിനെതിരെ വിമർശിച്ചിരുന്നത് അതിങ്ങനെയാണ്: ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ബാർക്കോഴ നടന്നതിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല എക്സൈസ് മന്ത്രിയേക്കാൾ ഇതിനകത്ത് കൂടുതൽ താല്പര്യം ടൂറിസം മന്ത്രിക്കാണെന്ന് പറഞ്ഞ് ടൂറിസം ഡയറക്ടറെയും മന്ത്രിയെയും വകുപ്പിനെയും ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിലവിലേതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന വാദത്തിൽ കൃത്യമായിട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടരും, അത് പുരോഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിട്ട ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് അത് അനുമോൻ്റെ തന്നെയാണെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ കേസെടുക്കാൻ മറ്റ് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതിൽ ഇനിയിപ്പോൾ ഏതായാലും കൂടുതൽ തുടർ നടപടിക്കൊന്നും തന്നെ സാധ്യതയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. നേരത്തെ തന്നെ UDF ഏകോപന സമിതി യോഗം ചേർന്നപ്പോൾ അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ശബ്ദ സന്ദേശത്തിൽ വന്ന ക്രമക്കേടുകൾ പൊരുത്തക്കേടുകളിലൊന്നും തന്നെ ഒരു വ്യക്തത വരില്ല, മറിച്ച് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല CBI അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും ചില ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനനുബന്ധമായി സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട്. ഏതായാലും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരില്ല എന്നുള്ള പ്രതിപക്ഷ വാദം ശരിവയ്ക്കുന്ന തരത്തിലേക്കുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിറ്റ് SP മധുസൂദൻ്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ തന്നെ DYSP കൂടിയായിട്ടുള്ള ബിനുവിൻ്റെ നേതൃത്വത്തിൽ അതിന് അന്വേഷണം നടക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനകത്ത് മറ്റു ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. അതിപ്പോൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ
അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ ശബ്ദ സന്ദേശം അനിമോൻ ഈ ഗ്രൂപ്പിലിട്ടതെന്നും ഇതിന് പിന്നിൽ സർക്കാരിനെ തകർക്കുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഇതിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയിൽ മേൽ ഇനിയിപ്പോൾ അന്വേഷണം നടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണ പ്രക്രിയകൾ അത് കൃത്യമായി നടക്കുകയും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന വാർത്ത അതിങ്ങനെയാണ്. പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ കേസെടുക്കാൻ തെളിവില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പ് പുരോഗമിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഇടുക്കിയിലെത്തിയാണ് അനിമോന്റെയും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്ന അംഗങ്ങളുടെയും മറ്റുള്ള ആളുകളുടെയും ഉൾപ്പെടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. അഭിജിജനാണ് വിശദാംശങ്ങൾ നൽകി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.